ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പനീർ മട്ടർ മസാലയാണ്. പനീർ പാലിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ലഭ്യമല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണെന്ന് തോന്നുന്നു, പക്ഷേ നമ്മുടെ കർണാടകയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ടത്. അപ്പോൾ ഇന്ന് കുറച്ച് പനീർ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് മട്ടർ എന്ന് പറയുന്ന നമ്മുടെ ഗ്രീൻ ബീൻസ്, അത് മുളപ്പിച്ച് അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, മുളപ്പിച്ചെടുത്തത്. അതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. മുളപ്പിച്ചെടുത്തത് വേവിക്കാനായിട്ട് കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ ആ ഗ്രീൻ ബീൻസ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഗാർലിക്ക് കുറച്ചെടുത്തിട്ടുണ്ട്, മല്ലിയില, കറിവേപ്പില, ഇത് രണ്ടും ആവശ്യത്തിന് കടയിൽ നിന്ന് വാങ്ങി ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പനീർ നമ്മൾ ചെറിയ പീസുകളാക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എണ്ണയിൽ ചെറുതായി നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ്. എണ്ണയിൽ ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം ആണ് നമ്മൾ ഇത് കറിയിൽ ചേർക്കാനായി ഉപയോഗിക്കുന്നത്. ആദ്യം ഒരു 5-6 മിനിറ്റെങ്കിലും ഇത് മസാലകൾ, നമ്മൾ ഈ ചേർത്ത മസാലകളെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിന് ശേഷമാണ് ബാക്കിയുള്ള ചേരുവകൾ നമ്മൾ വേറെ ചേർത്തതിന് ശേഷം ഇത് അതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ആവശ്യമുണ്ട്. ഒന്നോ ഒരു മുറിയിൽ കൂടുതലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേവിച്ച് എടുത്ത ഗ്രീൻ ബീൻസ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തതിന് ശേഷം അത് അല്പം മാറ്റി വയ്ക്കാം. പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമുക്കിത് അരിഞ്ഞെടുക്കാവുന്നതാണ്. പച്ചമുളക് അരിഞ്ഞ് എടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ടാവും ഇതിന് വേണ്ടിയിട്ട്. അത് വളരെ ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. വെളുത്തുള്ളി ചെറിയ പീസുകളായിട്ട് വളരെ ഏറ്റവും ചെറുതായിട്ട് അരിയുന്നത് മസാലയിൽ നല്ലതുപോലെ മിക്സ് ആവാനായിട്ട് ഉപകരിക്കുന്നതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള അരിഞ്ഞതും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവയെല്ലാം കൂടെ അരിഞ്ഞെടുത്തതെല്ലാം റെഡിയാണ്. ഇത് നമുക്ക് ആവശ്യാനുസരണം മസാല ഉണ്ടാക്കാനായി ചേരുവകൾ റെഡിയായിട്ടുണ്ട്. ഒരു പാൻ നമ്മൾ അടുപ്പത്ത് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത് കാരണം നമ്മൾ കൂടുതലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്കുള്ള ചേരുവകളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള ചേരുവകൾ ആദ്യം നമുക്ക് ചേർക്കാം. കാരണം ഇത് കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം സവാള ചേർക്കുന്നതാണ് നല്ലത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് വഴറ്റുകയാണ്. കുറച്ച് നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രം സവാള ചേർത്താൽ മതിയാകും. സവാള ചേർത്തിട്ടുണ്ട്. സവാള ചേർത്ത് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. മസാല നല്ലതുപോലെ മിക്സായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം സവാളയുടെ കൂടെ ചേർന്ന് നല്ലതുപോലെ മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാവുന്നതാണ്.
തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലതുപോലെ പഴുത്ത ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. പേസ്റ്റാക്കിയിട്ടല്ല ചേർക്കുന്നത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർക്കുകയാണ്. അപ്പോൾ ഈ മസാലയുടെ കൂടെ ഇതുകൂടെ നല്ലതുപോലെ മിക്സ് ആവേണ്ടതുണ്ട്. നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇത് എല്ലാം ഈ മസാല എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നമ്മൾ ഗ്രീൻ ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രീൻ ബീൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസാലയുടെ കൂടെ നല്ലതുപോലെ വഴറ്റി അതിനെ യോജിപ്പിച്ച് എടുക്കുകയാണ്. ഈ ഗ്രീൻ ബീൻസും ഈ മസാല എല്ലാം കൂടി ചേർന്ന് ഒരു നല്ല കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരുപാട് ഡ്രൈ ആയിട്ട് ആവശ്യമില്ല, ചെറുതായിട്ട് ഒരുപാട് വെള്ളം ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. കുറച്ച് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കുകയാണ്. നമ്മൾ കുറച്ച് പാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പാൽ കൂടി ഒഴിച്ച് തിളപ്പിച്ച് എടുത്തതിന് ശേഷം പനീർ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ മസാലയെല്ലാം ചേർത്ത് വരട്ടി ഫ്രൈ ആക്കി വെച്ചിരുന്ന പനീറാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പനീറും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ചേർത്ത് മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീർ മസാല ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. പനീർ മട്ടർ മസാല, അതിൽ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പാൽ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. കറിക്ക് ചെറിയൊരു കൊഴുപ്പ് വരുന്നതാണ് നമ്മൾ ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ. കുറച്ച് പാൽ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത്. ഇപ്പം കറിയുടെ ഏകദേശം 90% ആയി കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഹോം മെയ്ഡ് പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ചൂടോടെ കഴിക്കാവുന്നതാണ്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.